ഹലോ ഡിയേഴ്സ്, ഹൗ ആർ യു? നമ്മള് കുറച്ച് മാസങ്ങൾ തന്നെ പറയാം, നമ്മുടെ വീഡിയോ എടുത്തിട്ട് കുറച്ചായല്ലേ, ചെറിയ ബ്രേക്ക് എടുത്തതായിരുന്നു. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പോകണം. നമ്മുടെ പ്രാക്ടീസ് അല്ലേ, സ്പീക്കിംഗ് പ്രാക്ടീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണം. എന്നോടൊപ്പം ചേരുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് വിത്തിൻ 30 ഡേയ്സ് ഐ ആം ഷുവർ യു വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നിങ്ങളുടെ ഒരു 10 മിനിറ്റ് ഓരോ ദിവസവും 30 ഡേയ്സ് ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ ഐ ആം ഷുവർ യു ക്യാൻ ഡു ഇറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കേണ്ട എനിക്ക് കഴിയും, ഞാനത് സംസാരിക്കും എന്ന് നിങ്ങൾ തന്നെ ആദ്യം ഒരു ഡിസിഷൻ നിങ്ങളുടെ മൈൻഡിൽ എടുക്കണം. അതായത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും വില്ലിങ് ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക, എനിക്ക് ഐ ക്യാൻ ആൻഡ് ഐ വിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. എങ്ങനെയുള്ള 10 മിനിറ്റ്സ് ആണ് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടെ കേൾക്കുക കേട്ടോ. അതായത് നിങ്ങളിപ്പോ എന്തെങ്കിലും തിരക്കിനിടയിൽ പെട്ട ഒരു 10 മിനിറ്റ് അല്ല എനിക്ക് വേണ്ടത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു 10 മിനിറ്റ്സ് ആണ്. അതായത് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കുന്ന, നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു 10 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരാം. ആരും തന്നെ നിങ്ങളെ അവിടേക്ക് ശല്യപ്പെടുത്താൻ വരാൻ പാടില്ല. ഒരാളും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരാത്ത നല്ല നമുക്ക് ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിങ്ങളൊരു 10 മിനിറ്റ്സ്, അത് എപ്പോഴും ആവാം, രാവിലെ ആവാം, പിന്നെ ഈവനിങ്ങിലാവാം, നൈറ്റിലാവാം, എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ഡേയിൽ നിങ്ങൾക്ക് പറ്റുക അതിന്റെ ഒരു 10 മിനിറ്റ്സ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കാര്യം, ഒരു 10 മിനിറ്റ് ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു ഏരിയയിൽ നിങ്ങൾ പോയിരിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അതിലെ ആ 10 മിനിറ്റിലെ ഒരു 2 to 3 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലോസ് യുവർ ഐസ്. നിങ്ങളുടെ ഐസ് ക്ലോസ് ചെയ്തിട്ട് കുറച്ചു നേരം ഇരിക്കുക. ഒരു 2 to 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 to 2 മിനിറ്റ്സ്. എന്നിട്ട് നിങ്ങൾ എന്താണ് മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത്? നിങ്ങൾ എന്തിനാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സിറ്റിംഗ് ദർ? നിങ്ങൾ അവിടെ ഇരിക്കുന്നതിന്റെ പർപ്പസ് എന്താണ് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് ഞാൻ എൻ്റെ ഈ 10 മിനിറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതായത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം അല്ലെ, ഐ വോണ്ട് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്താണ് വേണ്ടത്? നിങ്ങളുടെ സെന്റൻസ് മേക്കിംഗ്. അതായത് സെന്റൻസ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാനല്ല ഞാൻ പറയുന്നത്. നമുക്ക് പറ്റില്ല, ഒന്നും അറിയാത്ത ഒരാളാണ്, നമുക്ക് പറ്റില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെന്റൻസ് മേക്കിംഗ് പാറ്റേൺ, അതായത് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ അറിയണം. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സിമ്പിൾ സെന്റൻസുകൾ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കി 10 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ പറയുക, ഐ ആം സിറ്റിംഗ് അലോൺ. ഒരു സെന്റൻസ് ആയില്ലേ, ഐ ആം സിറ്റിംഗ് അലോൺ. അല്ലെങ്കിൽ എന്താണ്, ഐ ആം സ്റ്റാൻഡിങ് അലോൺ. ഐ ആം സ്റ്റാൻഡിങ് അലോൺ ഹിയർ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ടു പ്രാക്ടീസ് ഇൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ വന്നിരിക്കുന്നത് അല്ലെ. പിന്നെ എന്ത് നിങ്ങൾ ചിന്തിക്കുക, ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഐ വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വിത്തിൻ 30 ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ 10 മിനിറ്റ്സ്. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം. പിന്നെ നിങ്ങൾ സ്വയം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ, എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ കടന്നുപോയി, അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഇംഗ്ലീഷിലാക്കാനൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ മൈൻഡിൽ വേറൊരു കാര്യവും പാടില്ല. ഈ ചെറിയതല്ല, ഏറ്റവും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചാൽ നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസും കിട്ടും, പല നല്ല ജോബുകളും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൽ ഇപ്പൊ എന്താണ്, ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock അല്ലെ, ചെറിയൊരു സെന്റൻസ് ആണ്. പിന്നെ നമുക്ക് എന്ത് പറയാം,
നമുക്ക് പല കാര്യങ്ങളും അതേപോലെ അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 10 AM, അല്ലെങ്കിൽ ഐ വോക്ക് 10 minutes എവറി ഡേ. പിന്നെ എന്ത് പറയാം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു 10 സെന്റൻസുകളെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കുക ഒരു ഹൗസ് വൈഫ് ആണെന്ന് വിചാരിക്കുക. ഹൗസ് വൈഫ് ആണെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ കിച്ചണിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി അല്ലെങ്കിൽ ആ ദിവസം എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാക്കിക്കൂടെ? നമുക്ക് പറയാം എന്താണ്, ഐ ക്ലീൻ മൈ റൂം. പിന്നെ എന്ത് പറയാം, ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് 3 PM, മൈ കിഡ്സ് വെൻ ടു സ്കൂൾ. ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമറോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ, ഞാൻ ചിന്തിക്കുന്നത് കറക്റ്റ് ആണോ, അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ബോധേഡ് ആവേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഐ എം ട്രൈങ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ സെന്റൻസുകൾ നിങ്ങൾ സ്വന്തമായിട്ട് മേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ നമ്മൾ എന്താണ്, പിന്നെ നമ്മുടെ മൈൻഡിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഐ ഹാവ് ദ പവർ ടു ചേഞ്ച് മൈ മൈൻഡ്. എന്റെ മൈൻഡിനെ ചേഞ്ച് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്? മറ്റൊരാൾ നമ്മുടെ മൈൻഡ് വന്ന് ചേഞ്ച് ചെയ്യോ? ഇല്ല, ഒരിക്കലും അല്ലേ. എനിക്ക് മാത്രമാണ്. നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം അല്ലെ. സോ ഐ ഹാവ് ദ പെർമിഷൻ ടു ചേഞ്ച് ഇൻ മൈ മൈൻഡ്. എനിക്ക് മാത്രമേ അതിന് പെർമിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് നമ്മുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ തരാനും കഴിയില്ല. നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കാനും പറ്റൂല. നമ്മൾ സ്വയം വിചാരിക്കണം. പിന്നെന്താണ്, ഐ ഹാവ് ദ കോൺഫിഡൻസ് ടു ചേഞ്ച് മൈ മൈൻഡ്, അല്ലെങ്കിൽ ഐ ഹാവ് ദ കോൺഫിഡൻസ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ കോൺഫിഡന്റ് ആണ്. പിന്നെന്താണ്, ഐ ലവ് മൈസെൽഫ്. അതാണ് കേട്ടോ ആദ്യം വേണ്ട ഒരു കാര്യം. ഐ ലവ് മൈസെൽഫ് ഹു ഐ ആം. ഞാൻ ആരാണോ ആ രീതിയിൽ എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാവണം അല്ലെ. ചില ആളുകളുണ്ട്, എനിക്ക് എന്നെ ഇഷ്ടമല്ല, പിന്നെന്താ എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ്, അങ്ങനൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും ആ ഒരു ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. സോ അതാണ് വേണ്ടത്. ഐ ലവ് മൈസെൽഫ് ഹു ഐ ആം. ഞാൻ ആരാണോ ആ രീതിയിൽ ഞാൻ എന്നെ സ്നേഹിക്കുക. പിന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം, നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മൾ മറ്റൊരാളെ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അതേപോലെ ഫിയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് കേട്ടോ. പിന്നെ ഫിയർ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരിക്കലും ബാക്കോട്ട് വലിക്കാൻ പാടില്ല അല്ലെ. നമ്മളിപ്പോ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ എന്തിനാണെങ്കിലും എന്തൊരു കാര്യത്തിനാണെങ്കിലും എനിക്കത് പേടിയാണ്, എനിക്കത് കഴിയോ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അതായത് ഫിയർ എന്നുള്ള കാര്യം ഒരിക്കലും നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല, ബാക്കിലോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഇന്ന് മുതൽ നിങ്ങൾ ഒരു 10 minutes നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്തായിരിക്കണം, നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആയിരിക്കണം. ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ വേണ്ടത് എന്താണ്, നമ്മളിപ്പോ ഒരാള് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതിന്റെ ആൻസർ പറയാൻ നമുക്ക് കഴിയണം. സാധാരണ ഒരാൾക്ക് ചിലപ്പോൾ അത് കഴിയണമെന്നില്ല അല്ലെ. അതേപോലെ നമുക്ക് ഒരാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, അത് നമുക്ക് ഇംഗ്ലീഷിലാക്കാൻ നമുക്കൊരു എന്താണ് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ്. ഇപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യാ, എനിക്ക് വയ്യ, ഇനിയിപ്പോ അത് ചോദിക്കാതെ പോവാ, ഇനി ചോദിക്കാനുള്ളത് ചോദിക്കണ്ട, ഞാൻ ഇവിടുന്ന് പോട്ടെ. അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കണ്ടാൽ വേഗം രക്ഷപ്പെടട്ടെ, ഇവിടെ നിന്നാ നമ്മൾ പെട്ടുപോകും, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒഴിഞ്ഞു മാറുന്നവരുടെ കാര്യം നിങ്ങൾ അന്ന് ആലോചിക്കുക. നമ്മുടെ ഇംഗ്ലീഷ് ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല കേട്ടാ. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾ പറയുന്നത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അവരുമായിട്ട് നിങ്ങൾ മിങ്കിൾ ചെയ്യുക, സംസാരിക്കുക. ഇത് മാത്രം പ്രാക്ടീസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടറെ നമ്മൾ എന്താക്കി മാറ്റുന്നുള്ളൂ, പെർഫെക്റ്റ് ആക്കിയിട്ട് മാറ്റുന്നുള്ളൂ അല്ലെ. 2 types ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എന്താണ്, നമ്മുടെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് കേട്ടിട്ടില്ല. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അതായത് ഡു യു ലൈക്ക് മാംഗോ. അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുക ഡു യു ലൈക്ക് മാംഗോ, യെസ് ഐ ലൈക്ക് എന്ന ആൻസർ പറയാൻ കിട്ടണം. അല്ലെങ്കിൽ ആർ യു ഇൻട്രസ്റ്റഡ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇൻട്രസ്റ്റഡ് ആണോ. പിന്നെ ആർ യു എ ടീച്ചർ, ആർ യു എ സ്റ്റുഡന്റ്, അങ്ങനെയുള്ള ഒരുപാട് യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് അത് നമുക്ക് മേക്ക് ചെയ്യാൻ കഴിയണം, അതിന് ആൻസർ ചെയ്യാൻ കഴിയണം. ഇത് പഠിച്ചാൽ നമ്മുടെ പകുതി കഴിഞ്ഞു കേട്ടാ. പിന്നെ വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്, WH ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വാട്ട്, വെൻ, ഹൗ, വൈ, വേർ,
വിച്ച് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് കൊണ്ട് തുടങ്ങുന്നത്. വാട്ട് ഈസ് യുവർ നെയിം, വേർ ആർ യു ഗോയിങ് നൗ എന്ന് ചോദിച്ചൂടെ. അതേപോലെ വൈ ആർ യു ലേറ്റ് ടുഡേ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഇതിന് നമുക്ക് ഒരിക്കലും എസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല അല്ലെ. അതിനൊരു റീസൺ ഉണ്ടായിരിക്കും, അതിനൊരു ആൻസർ ഉണ്ടായിരിക്കും. ആ ആൻസർ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയാനും മറ്റൊരാളോട് നമ്മൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുമുള്ള എന്താണ് ഒരു പവർ. അത് പഠിച്ചു കഴിഞ്ഞാല് പകുതി കഴിഞ്ഞു. ഈ ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ഇത് ബേസിക്സ് ഓഫ് ഇംഗ്ലീഷ്, പിന്നെ പഠിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ മേക്കിംഗ് ആൻഡ് ആൻസർ മേക്കിംഗ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം, നമുക്ക് കോൺഫിഡൻസോട് കൂടി ഇംഗ്ലീഷ് സംസാരിക്കാം. അതേപോലെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. നല്ല 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 ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ എല്ലാവരും ഇന്ന് മുതൽ ഒരു 10 മിനിറ്റ് എന്റെ കൂടെ ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ എം ഷുവർ, ഐ എം ഗ്യാരണ്ടി യു ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഐ വിൽ ടീച്ച് യു ഇംഗ്ലീഷ്. നോട്ട് ടീച്ച് യു എന്ന് പറയാൻ കഴിയില്ല, എന്താണ് യു ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, യു വിൽ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സോ യു വാണ്ട് ടു ട്രൈ ഫോർ ദാറ്റ്. സോ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.